നായർ ഈഴവ ഐക്യം തകർന്നു എന്ന് കൊട്ടിപ്പാടി നടന്നവർക്ക് മുഖമടച്ച് അടികിട്ടുന്നതായി വെള്ളാപ്പള്ളി നടേശൻ്റെ ഏറ്റവും പുതിയ പത്രസമ്മേളനം. അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഈ നായർ ഈഴവ ഐക്യം തകർന്നു എന്ന് സന്തോഷിച്ചിരുന്ന ആൾക്കാർക്ക് വെള്ളിടിയായി മാറി. വെള്ളാപ്പള്ളി നടേശൻ വളരെ കൃത്യമായിട്ട് പറയുന്നു, എന്ത് സംഭവിച്ചാലും നായർ ഈഴവ ഐക്യം തകരില്ല, ഹിന്ദുക്കൾ ഒരുമിക്കണം, ഒരുമിച്ച് നിൽക്കണം എന്ന് അദ്ദേഹം അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മാത്രമല്ല, നായരും ഈഴവരും മാത്രം ഐക്യപ്പെട്ടാൽ പോരാ, നായാടി മുതൽ നസ്രാണി വരെ ഐക്യപ്പെടണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല, അദ്ദേഹം കൂടുതൽ വ്യക്തമാക്കി, താൻ മുസ്ലിം വിരുദ്ധനല്ല, മുസ്ലിം മതവിശ്വാസികളോട് തനിക്ക് യാതൊരു വിദ്വേഷവും വെറുപ്പുമില്ല, പക്ഷേ മുസ്ലിം ലീഗിൻ്റെ കന്നന്തുരുവിനെ വകവെച്ചു കൊടുക്കാൻ താൻ തയ്യാറുമല്ല എന്ന് അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു. അതുമാത്രമല്ല, ഇപ്പോൾ മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്നു. NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ നിഷ്കളങ്കനാണ്, മാന്യനാണ്, മര്യാദയുള്ള മനുഷ്യനാണ്. താൻ ഐക്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ പോസിറ്റീവായിട്ടാണ് പ്രതികരിച്ചത്. മാത്രമല്ല, തൻ്റെ മകൻ SNDP യൂണിയൻ വൈസ് പ്രസിഡന്റ് കൂടിയായ തുഷാർ വെള്ളാപ്പള്ളിയെ അങ്ങോട്ടേക്ക് അയക്കാം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അത് വളരെ ഊഷ്മളമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് ഉണ്ടായത്. തൻ്റെ മകനെപ്പോലെ കരുതി, ഒരു അനിയനെപ്പോലെ കരുതി തുഷാറിനെ സ്വീകരിക്കും എന്നാണ് സുകുമാരൻ നായർ പറഞ്ഞത്. ആ പറഞ്ഞ സുകുമാരൻ നായർ നിഷ്കളങ്കനാണ്. അദ്ദേഹം അന്ന് തന്നെ പറഞ്ഞിരുന്നു, എനിക്ക് വ്യക്തിപരമായിട്ട് ഇക്കാര്യത്തിൽ വലിയ താല്പര്യമുണ്ട്, പക്ഷേ NSS ഒരു സംഘടനയാണ്, അതിൻ്റെ ഡയറക്ടർ ബോർഡ് കൂടിയാണ് തീരുമാനിക്കേണ്ടത്, ഡയറക്ടർ ബോർഡ് വിളിച്ചു ചേർത്ത് ഞാൻ വിവരം അറിയിക്കാം എന്നാണ് സുകുമാരൻ നായർ അന്ന് പ്രതികരിച്ചത്. തുടർന്ന് ഡയറക്ടർ ബോർഡിൽ ഈ വിഷയം ചർച്ച ചെയ്തു. അവർക്ക് ഒരു രാഷ്ട്രീയപരമായ ഐക്യമുണ്ടാക്കുന്നതിൽ താല്പര്യമില്ല, തനിക്കും താല്പര്യമില്ല എന്നാണ് വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തത്. എന്തായാലും ആ രാഷ്ട്രീയമായ ഒരു ഐക്യത്തിന് അപ്പുറത്തേക്ക് നായർ ഈഴവ ഐക്യം ഉണ്ടാകും എന്ന് തന്നെയാണ് വെള്ളാപ്പള്ളി ഇപ്പോൾ തൻ്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് വിശദമാക്കുന്നത്. ഇവിടെ ഈ പറഞ്ഞതുപോലെ തിരഞ്ഞെടുപ്പിൽ ആർക്കൊപ്പം ചേരണം, ആർക്ക് വോട്ട് ചെയ്യണം, ആരെ ജയിപ്പിക്കണം, ആരെ തോൽപ്പിക്കണം എന്നതൊന്നുമല്ല, മറിച്ച് ഒരു ഹിന്ദു ഐക്യമാണ് ഇവിടെ ഉണ്ടാകേണ്ടത്. അതിന് നായർ ഈഴവ ഐക്യം അത്യന്താപേക്ഷിതമാണ്. ആ ഐക്യം ഉണ്ടാക്കാനാണ് താൻ ശ്രമിച്ചത്. അതിന് സുകുമാരൻ നായർ എല്ലാ പിന്തുണയും പ്രോത്സാഹനവും തന്ന് തന്നെ കരുത്തുറ്റവനാക്കി എന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞത്. വളരെ കൃത്യമാണ് വെള്ളാപ്പള്ളിയുടെ വാക്കുകൾ. രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഹിന്ദുക്കൾ ഒരുമിക്കുകയും ഒരുമിച്ച് നിന്ന് ഹിന്ദുക്കൾക്ക് നേരെ വരുന്ന ഈ ആക്രമണങ്ങളെ പ്രതിരോധിക്കുകയും വേണം എന്നാണ് വെള്ളാപ്പള്ളി കൃത്യമായി പറഞ്ഞു വച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം SNDP ഈഴവ സമുദായ അംഗങ്ങളോട്, SNDP യൂണിയനിൽപ്പെട്ടവരോട് അദ്ദേഹം അപേക്ഷിക്കുന്നു, ഇതിൻ്റെ പേരിൽ ആരും സുകുമാരൻ നായരെ വേട്ടയാടാൻ പോകരുത്. നായർ സമുദായം നമ്മുടെ സഹോദര സമുദായമാണ്, നമ്മൾ സഹോദരങ്ങളാണ്, ഒരിക്കലും തമ്മിലടിക്കേണ്ടവരല്ല. സുകുമാരൻ നായർ നിഷ്കളങ്കനാണ്. അദ്ദേഹത്തിന് NSSൻ്റെ ഡയറക്ടർ ബോർഡ് യോഗം ചേർന്നപ്പോൾ അവിടെ ഉണ്ടായ തീരുമാനം നടപ്പാക്കാനേ കഴിയുള്ളൂ, അനുസരിക്കാനേ കഴിയുകയുള്ളൂ. അല്ലാതെ അദ്ദേഹത്തിന് സ്വന്തം ഇഷ്ടപ്രകാരം ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല എന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞു വയ്ക്കുന്നത്. കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഈ പറഞ്ഞതുപോലെ നായർ ഈഴവ ഐക്യം തകർന്നു എന്നാരെങ്കിലും സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വെള്ളിടിയാണ് വെള്ളാപ്പള്ളിയുടെ വാക്കുകൾ. വെള്ളാപ്പള്ളി വളരെ കൃത്യമായ നിലപാടെടുത്തിരിക്കുന്നു. മുമ്പ് നമുക്കറിയാം, നായർ ഈഴവ ഐക്യം NSS SNDP സഹകരണം തകർന്നപ്പോൾ അന്ന് സുകുമാരൻ നായരെ കുറ്റപ്പെടുത്തി രംഗത്തെത്തിയ ആളായിരുന്നു വെള്ളാപ്പള്ളി. എന്നാൽ ഇന്ന് അങ്ങേയറ്റം പക്വതയോടുകൂടി ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നു. നായർ ഈഴവ ഐക്യം തകർന്നിട്ടില്ല, NSSഉം SNDPയും സഹകരിക്കാവുന്ന മേഖലകളിലൊക്കെ സഹകരിക്കും എന്ന് അസന്നിഗ്ധമായി സംശയത്തിനിട നൽകാതെ വെള്ളാപ്പള്ളി പ്രഖ്യാപിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് ഒരു ഹൈന്ദവ ഐക്യത്തിൻ്റെ, ഹിന്ദു ഐക്യത്തിൻ്റെ കേളികൊട്ടാണ് ഇവിടെ കേൾക്കുന്നത് എന്ന് നിസ്സംശയം നമുക്ക് പറയാം.
സുകുമാരൻ നായരെ അല്പം പോലും കുറ്റപ്പെടുത്താതെ NSSൻ്റെ ഡയറക്ടർ ബോർഡ് തീരുമാനം അദ്ദേഹം അനുസരിക്കുന്നു. ഇവിടെ ഈ രാഷ്ട്രീയം ചില കാര്യങ്ങളിൽ ചില സംശയങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ആ സംശയമാണ് ഇവിടെ കടന്നു വന്നിരിക്കുന്ന. അത് അല്ലാതെ അതിനപ്പുറത്തേക്ക് സുകുമാരൻ നായർ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് വെള്ളാപ്പള്ളി പറയുമ്പോൾ അതിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. തീർച്ചയായിട്ടും സുകുമാരൻ നായരുടെ ഇപ്പോഴത്തെ ഈ നായർ ഈഴവ ഐക്യത്തിൽ നിന്നുള്ള പിൻവാങ്ങലിനെ വെള്ളാപ്പള്ളി ഗുരുതരമായ ഒരു പ്രശ്നമായി കാണുന്നില്ല, കരുതുന്നില്ല. മറിച്ച് ഇനിയും ഐക്യത്തിൻ്റെ മേഖലകൾ അല്ലെങ്കിൽ ഐക്യത്തിൻ്റെ അവസരങ്ങൾ ഇനിയും തുറന്നു കിടക്കുകയാണ് എന്ന നിലപാടാണ് വെള്ളാപ്പള്ളി സ്വീകരിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഹിന്ദു ഐക്യം, അത് നായർ ഈഴവ ഐക്യമല്ല, നേരത്തെ പറഞ്ഞതുപോലെ നായാടി മുതലുള്ളവരുടെ ഐക്യമാണ് ഉണ്ടാകേണ്ടത് എന്ന് വെള്ളാപ്പള്ളി അസന്നിഗ്ധമായി പറയുമ്പോൾ അതിനെ തീർച്ചയായിട്ടും വലിയ പ്രാധാന്യത്തോടെ വേണം നമ്മൾ നോക്കിക്കാണേണ്ടത്. സുകുമാരൻ നായർക്ക് ഐക്യത്തിനോട് താല്പര്യമില്ല എന്ന ഒരു വ്യാഖ്യാനം ഇതിന് കൊടുക്കണ്ട എന്ന് വെള്ളാപ്പള്ളി പറയുമ്പോൾ അതിനകത്ത് ആ വരികൾക്കിടയിൽ വായിക്കേണ്ട ഒരുപാട് സംഗതികളുണ്ട്. തീർച്ചയായിട്ടും ഈ ഐക്യം പൊളിക്കാൻ ചിലർ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളത് ഒരു വലിയ സത്യമാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് വെള്ളാപ്പള്ളി വളരെ കൃത്യമായി നിലപാടെടുത്തിരിക്കുന്നത്. NSS സഹോദര സംഘടനയാണ് SNDPയുടെ. മറിച്ചും നായരും ഈഴവരും സഹോദരങ്ങളാണ്, ഹിന്ദുക്കളാണ്, ആചാരങ്ങളൊന്നാണ്, അനുഷ്ഠാനങ്ങളൊന്നാണ്, സംസാരിക്കുന്ന ഭാഷ ഒന്നാണ്, പൂജിക്കുന്ന ദൈവങ്ങൾ ഒന്നാണ് എന്നൊക്കെ വെള്ളാപ്പള്ളി പറയുമ്പോൾ അത് ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ ഐക്യം തകർക്കാൻ ശ്രമിച്ചവർക്ക്. പ്രതിപക്ഷ നേതാവിനെ വിമർശിക്കുമ്പോൾ ആ വിമർശനത്തെ എന്തിനാണ് ഇത്രയേറെ ഭയപ്പെടുന്നത്? മുസ്ലിം ലീഗ് ചെയ്യുന്ന കുഴപ്പങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ, SNDPയോട് ചെയ്ത നെറുകേടുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ എന്തിനാണ് തന്നെ കത്തിക്കാൻ വരുന്നത് എന്നാണ് വെള്ളാപ്പള്ളി ചോദിക്കുന്നത്. തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ കാര്യത്തിൽ വെള്ളാപ്പള്ളി ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ, അതായത് മുഖ്യമന്ത്രിയുടെ കാറിൽ കയറ്റിക്കൊണ്ടു പോയത് എന്തിനാണ് എന്ന പ്രതിപക്ഷ നേതാവിൻ്റെ ചോദ്യത്തെ വെള്ളാപ്പള്ളി നേരിട്ടതുപോലെ തന്നെയാണ് സുകുമാരൻ നായരും നേരിട്ടത്. അദ്ദേഹവും ചോദിച്ചത് എന്താണ് അതിൽ കുഴപ്പം എന്നാണ്. മുസ്ലിം ലീഗിൻ്റെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ, മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി ചെയ്ത നെറുകേടുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനെ മുസ്ലിം വിരുദ്ധതയായി ചിത്രീകരിക്കുന്നത് എന്തിനാണ് എന്ന് മനസ്സിലാകുന്നില്ല എന്ന് തീർച്ചയായിട്ടും സുകുമാരൻ നായരും നേരത്തെ ചോദിച്ചതാണ്. അതിനകത്ത് ഈ പറഞ്ഞതുപോലെ വെള്ളാപ്പള്ളിയുടെയും സുകുമാരൻ നായരുടെയും വാക്കുകൾ ഒന്നായിരുന്നു, ശബ്ദമൊന്നായിരുന്നു. അതിനിപ്പോഴും മാറ്റമൊന്നും വന്നിട്ടില്ല. ആ പറഞ്ഞിടത്തുനിന്ന് സുകുമാരൻ നായർ പിന്നോട്ട് പോയിട്ടില്ല. സഹകരണത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണ് അദ്ദേഹം NSS ഡയറക്ടർ ബോർഡിൻ്റെ തീരുമാനം പറഞ്ഞത്. അത് ഔദ്യോഗികമായി പിന്നീട് പുറത്തു വരികയും ചെയ്തു. ഇവിടെ വെള്ളാപ്പള്ളി അങ്ങേയറ്റം ക്ഷമയോടെ, അങ്ങേയറ്റം പക്വതയോടെ ഈ ഐക്യം സാധ്യമാകണം എന്ന് ആഗ്രഹിച്ച മുഴുവൻ ആൾക്കാരോടും പറയുകയാണ്, ദയവായി ഇതിനെ ഒരു വലിയ വിവാദമോ ഒരു പ്രശ്നമോ ആക്കരുത്. ഇതിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. അത് തിരിച്ചറിഞ്ഞ് വളരെ പക്വതയോടുകൂടി ഇടപെടണം. സുകുമാരൻ നായരെ വേട്ടയാടാൻ ആരും മുന്നോട്ട് വരരുത് എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. വളരെ ക്ഷമയോടെ, വളരെ പക്വതയോടെ, വളരെ പാകതയോടെ ആണ് വെള്ളാപ്പള്ളി ഇപ്പോൾ ഈ വിഷയം കൈകാര്യം ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് വലിയ സന്ദേശമാണ് നൽകുന്നത്. നായർ ഈഴവ ഐക്യം പൊളിഞ്ഞുപോയി എന്ന് സന്തോഷിക്കുന്നവർക്ക് മുഖമടച്ചു കിട്ടിയ അടിയാണ് വെള്ളാപ്പള്ളിയുടെ വാക്കുകൾ എന്ന് ഒരിക്കൽ കൂടി വ്യക്തമാകുന്നു. എന്തായാലും വെള്ളാപ്പള്ളി അങ്ങേയറ്റത്തെ പാകതയോടുകൂടി ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു എന്ന വിലയിരുത്തലാണ് ഇപ്പോൾ നമുക്ക് മുന്നിൽ ഉള്ളത്. സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയും മറ്റ് ഹിന്ദു സംഘടനകളും ജാതി സംഘടനകളും ഒക്കെ ആലോചിച്ച് ഒരു ഹിന്ദു ഐക്യം കേരളത്തിൽ ഉണ്ടാക്കട്ടെ. അല്ലാത്ത പക്ഷം നഷ്ടം നിങ്ങൾക്ക് തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതിനപ്പുറത്തേക്ക് മറ്റൊരു രാഷ്ട്രീയവും ഇതിനകത്ത് പറയാനില്ല. വളരെ കൃത്യമാണ്, ഹിന്ദുക്കൾ സംഘടിച്ച് ഒറ്റക്കെട്ടായി നിൽക്കണം എന്നാണ് വെള്ളാപ്പള്ളിയുടെ ആഹ്വാനം.